കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു. പുലർച്ചെ തിരച്ചിൽ പുനരാരംഭിക്കും. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് രാത്രി പരിശോധന നിർത്തിവച്ചത്. രാത്രിയിൽ തിരച്ചിൽ ദുഷ്കരമെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. നിലവിൽ കനത്ത മഴയും നീരൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി കർണാടക അങ്കോളിയിൽ നിന്നും കെ.ജെ. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? അതുമാത്രമല്ല, നാളെ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കാലാവസ്ഥയും സാഹചര്യവും പ്രതികൂലമായി നിൽക്കുമ്പോൾ എത്രത്തോളം സാധ്യമാകും രക്ഷാപ്രവർത്തനം? അഞ്ജന, കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നിലവിൽ തുടരുകയാണ്. എന്തായാലും ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കർണാടകയിലെ അങ്കോളയിലാണ്. അങ്കോളയിൽ നിലവിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഈ 9 മണിയോടെ തന്നെ ഈ തിരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതാണ് നമ്മുടെ അർജുൻ ഈ വഴിയാണ് കടന്നു വന്നത്. ഈ വഴിയിലൂടെയാണ് റോഡിലൂടെ ആ സ്ഥലത്തേക്ക് പോകുന്നത്. അത്തരത്തിൽ ഈ റോഡ് നിലവിൽ അടച്ചിരിക്കുന്ന സാഹചര്യമാണ്. കാരണം മുൻപോട്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിലുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ മഴയാണ്. മഴയുടെ സാഹചര്യം ഉള്ളതിനാൽ തന്നെ വാഹനങ്ങളെ അങ്ങോട്ട് കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട്. കാരണം മണ്ണിടിച്ചിലിന് ഏതു സമയവും സാധ്യതയുണ്ട്. അതാണ് ഈ ദൗത്യ സംഘത്തെയും അലട്ടുന്ന പ്രശ്നം. കാരണം വലിയ തോതിലുള്ള ഒരു കുന്ന് തന്നെ ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴേക്ക് ഈ മണ്ണ് പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. വീണ്ടും മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ഉത്തര കർണാടകത്തിലെ ഈ പ്രദേശത്ത് നിലവിൽ റെഡ് അലർട്ടാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന മഴയ്ക്ക് സമാനമായ മഴ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഈ പല പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ ദൗത്യം എന്തായാലും അവസാനിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് നിന്നും ഇന്നലെ 5ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിലവിൽ 3 പേരാണ് അതിൽ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും അർജുൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും. എന്തായാലും കുടുംബത്തിലെ ചില അംഗങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ദൗത്യ സംഘത്തോടൊപ്പം അതിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കാരണം ഈ 3 ദിവസമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു കർണാടക സർക്കാർ. തുടർന്ന് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തതിന് ശേഷമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുള്ളത്. പിന്നീടാണ് ദൗത്യസംഘം ഉണർന്ന് പ്രവർത്തിക്കുന്നത്. കാരണം നിലവിൽ ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം ഈ റോഡിലേക്ക് അല്പം മുൻപോട്ട് പോകുകയാണെങ്കിലാണ് മണ്ണിടിഞ്ഞു കിടക്കുന്ന സാഹചര്യമുള്ളത്. ആ മണ്ണിടിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റുക എന്നത് മാത്രമായിരുന്നു ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. മറിച്ച് ആ മണ്ണിനടിയിൽ കിടക്കുന്ന ജീവനുകളെ പുറത്തെടുക്കാൻ എന്തായാലും ഈ നാട്ടിലെ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. എന്നാൽ പിന്നീടായിരുന്നു മാധ്യമങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ വീണ്ടും ഇന്ന് ശക്തമായി തന്നെ ദൗത്യസംഘം ഈ അർജുനെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അഞ്ജന, ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിവെച്ചിരുന്നു. അതായത് വളരെ വേഗം തന്നെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു എന്ന രീതിയിലുള്ളൊരു വിമർശനവും ഉയർന്നിരുന്നു. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടുത്തെ ജില്ലാ കളക്ടറുടെ ഒക്കെ ഭാഗത്ത് നിന്ന് വ്യക്തമായൊരു വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? എന്തായാലും 3 ദിവസമായി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 3 ദിവസമായി ഒരു പ്രവർത്തനവും ഈ മേഖലയിൽ നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് ആയിരുന്നു ഇത്തരത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പ്രശ്നം അടിയന്തരമായി തന്നെ ഏറ്റെടുക്കുന്നു. കേരളത്തിലെ ജനപ്രതിനിധികൾ ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയമാർന്ന എല്ലാ പാർട്ടി നേതാക്കളും ഈ വിഷയം ഏറ്റെടുക്കുന്നു. അതിനുശേഷമായിരുന്നു ഈ കർണാടക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദൗത്യസംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സമീപത്താണ് ഈ സ്ഥലമുള്ളത്. എന്തായാലും നാളെ 5:30 തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ പോലും ഈ സമയത്ത് പോലും ശക്തമായ ഒരു മഴയാണ് ലഭിക്കുന്നത്. ചിലപ്പോൾ ദൃശ്യങ്ങളിൽ മുഖേന കാണാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ഇവിടെ ശക്തമായാണ് മഴ ലഭിക്കുന്നത്. അതിനാൽ തന്നെയാണ് നാളെ രാവിലെയും ഇത്തരത്തിലൊരു ശക്തമായ മഴയുണ്ടെങ്കിൽ എങ്ങനെ ദൗത്യസംഘത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നൊരു സംശയമുണ്ട്. കാരണം സമീപത്തെല്ലാം ഒരു വലിയ നദിയുണ്ട്. അത് ഗംഗാവാലി എന്ന നദിയായിരുന്നു. ആ നദിയിൽ ഇന്ന് ഈ അർജുന് വേണ്ടി പരിശോധന നടത്തിയിരുന്നു. അർജുന്റെ ഈ ലോറി ഈ നദിയിലേക്ക് മുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തി. പക്ഷെ അത് എന്തായാലും അവിടെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ GPS കിട്ടിയ സ്ഥലമായ ഇതിന്റെ
ഇതിന് പുറകെ വശത്തായ ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് GPS കിട്ടിയിട്ടുണ്ട്. നാളെ ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. എന്തായാലും ഈ കുടുംബവും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ ദൗത്യ സംഘവും എല്ലാം വളരെ വലിയ പ്രതീക്ഷയിലാണ്. ചിലപ്പോൾ ഈ അർജുനെ ജീവനോടെ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം അത്രയ്ക്ക് ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ലോറിയാണത്. ആ ലോറിയിലാണ് ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് 2 പേരുടെയും ആ മണ്ണിനിടയിൽ 2 പേർ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നിലവിൽ ദൗത്യസംഘം പറയുന്നത്. അങ്ങനെ 3 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ വഴിയെ ലോറി പോകുന്നു. അതിനുശേഷം പുലർച്ചെ 3 മണിയോടെ അവിടെ സമീപത്ത് ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഇത്തരത്തിൽ നല്ല ആഹാരം കിട്ടുന്ന ഒരു ചായക്കടയാണ്. ആ ചായക്കടയിലേക്ക് ലക്ഷ്യമാക്കി പുലർച്ചെ 3 മണിയോടെയാണ് അർജുൻ അവിടെ എത്തുന്നത്. അതിന് സമീപം തന്നെ ലോറി നിർത്തുന്നു. പിന്നീട് അവിടെ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങിയ ശേഷമായിരുന്നു ഈ 8:30യോടെ ഈ വലിയ മണ്ണ് ഇടിഞ്ഞ് ഈ ലോറിയുടെ പുറത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ചായക്കടയിലെ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ചായ കുടിക്കാൻ വന്ന 2 പേരും മരിച്ചിട്ടുണ്ട്. അങ്ങനെ 7 പേരുടെ മൃതദേഹം ഇന്നലെ കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി എന്തായാലും ഇനി 3 പേരാണ്. അതിൽ ഒന്ന് മലയാളികളുടെ അർജുനാണ്. എന്തായാലും അർജുൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും കേരളം കാത്തിരിക്കുന്നത്, ബന്ധുക്കൾ കാത്തിരിക്കുന്നത്. ബന്ധുക്കൾ നിലവിൽ ഈ പ്രദേശത്ത് തന്നെ തങ്ങുന്നുണ്ട്. അവർ 3 ദിവസമായി തന്നെ ഈ പ്രദേശത്തുണ്ട്. 3 ദിവസമായി ഈ ബെൽഗാമിലെ തന്നെ ഈ അങ്കോളയിലെ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പോലീസൊന്നും ഇത് പരിഗണിച്ചിരുന്നില്ലെന്ന വിമർശനവും എന്തായാലും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നാളെ പുലർച്ചയോടെ തന്നെ രാവിലെ തന്നെ ഈ ബന്ധുക്കളെ കണ്ട് സംസാരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും നാം. ശ്രീജിത്ത്, ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതിൽ അർജുൻ മാത്രമല്ല മറ്റു മലയാളികളും കൂടെയുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു കുടുംബവുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്? ശ്രീജിത്ത്, കേൾക്കുന്നുണ്ടോ? ചിലപ്പോൾ നാളെ അറിയാൻ കഴിയുള്ളൂ. കാരണം നിലവിലെ സാഹചര്യത്തിൽ നാം അല്പം മുൻപ് ഇവിടെ എത്തിയതേ ഉള്ളൂ. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഇന്ന് രാവിലെയോടെ തന്നെ ഈ കുടുംബത്തിനെ കാണാൻ കഴിയും. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാം. എന്തായാലും രാവിലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നും നിലവിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീജിത്ത്, അതുപോലെ തന്നെ നാളെ 5:30 ഏകദേശം രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെറ്റൽ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്ന് പറയുമെങ്കിലും അതിന് കൂടുതലായിട്ട് പരിമിതികൾ നിലനിൽക്കുന്നില്ല. പക്ഷേ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അധികൃതരുടെ ഈ ഒരു അലംഭാവം അതിനെ കൂടുതൽ തടസ്സപ്പെടുത്താൻ സാധ്യമാകുമോ? തീർച്ചയായും എന്തായാലും 3 ദിവസം ഈ ഭരണകൂടം ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയെല്ലാം ഇടപെട്ടതിനെ തുടർന്ന് ദൗത്യസംഘം എന്തായാലും ശക്തമായ ഒരു പരിശോധനയാണ് അവിടെ നടത്തുന്നത്. പക്ഷേ ഇന്ന് 6 മണിയോടെ ഇത്തരത്തിൽ ഈ പരിശോധന അവസാനിപ്പിക്കുമെന്ന് ഈ ദൗത്യസംഘം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ഭരണകൂടത്തിന്റെ ഇടപെടലും ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെയും കേരളത്തിലെ ജനപ്രതിനിധികളുടെയും എല്ലാം ഈ ഇടപെടൽ മൂലം അത് 9 മണി വരെ മാറ്റിയിരുന്നു. പക്ഷേ ആ മേഖലയിൽ വീണ്ടും മണ്ണിടിച്ച് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കാരണം നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു ദേശീയപാതയാണ്. ഈ ദേശീയപാത ഈ കുന്നിടിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അതിന്റെ കൈവരിയൊന്നും നിർമ്മിക്കാൻ ആ കമ്പനി തയ്യാറായിട്ടില്ല. അതിന്റെ ഫലമായാണ് ഈ പ്രദേശത്തേക്ക് ഇത്തരത്തിലുള്ള മണ്ണ് അമിതമായി തന്നെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. നാം തന്നെ ഇത്തരത്തിൽ യാത്ര ചെയ്തു വന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഈ ചെമ്മണ്ണാണ് ഈ സ്ഥലത്തുള്ളത്. അതിനാൽ തന്നെ ഈ മഴവെള്ളം ലഭിക്കുമ്പോൾ, മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് ഇടിഞ്ഞു താഴാനുള്ള അവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ നാം കിലോമീറ്ററുകളോളം തന്നെ അത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടിരുന്നു. പക്ഷെ അത് അധികൃതർ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞു. ഇനി എന്താണ് അതിൽ നിന്നുള്ള പരിഹാരം എന്നാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ അധികൃതരും ചിന്തിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദേശീയപാത നിർമ്മിച്ച കമ്പനിയും അത്തരത്തിലാണ് ചിന്തിക്കാനുള്ളത്. അല്ലെങ്കിൽ പല ജീവനുകളും ഇത്തരത്തിൽ പൊലിയും. കാരണം അർജുന് തന്നെ ഒരു ഭാര്യയും അതോടൊപ്പം തന്നെ ഒരു പിഞ്ചു കുഞ്ഞും വീട്ടിൽ കാത്തിരിക്കുകയാണ്. അത്തരത്തിലാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കാൻ വീടുകളിൽ ആളുകളുണ്ട്. അതിനാൽ തന്നെ ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സർക്കാരുകളും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും 5:30 കൂടെ തന്നെ ഇന്ന് 5:30 കൂടി തന്നെ ഇത്തരത്തിലുള്ള ഒരു
ഈ പരിശോധന ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ പരിശോധനയ്ക്കായി ഇന്ന് കൂടുതൽ യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ JCB അതോടൊപ്പം ലോറികളും എല്ലാം എത്തിക്കുമെന്നും ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇന്നത്തോടെ തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കുടുംബം പ്രതീക്ഷിക്കുന്നത് അർജുനെ ജീവനോടെ ലഭിക്കുമെന്നാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ശരി. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു. പുലർച്ചെ തിരച്ചിൽ പുനരാരംഭിക്കും. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് രാത്രി പരിശോധന നിർത്തിവച്ചത്. രാത്രിയിൽ തിരച്ചിൽ ദുഷ്കരമെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. നിലവിൽ കനത്ത മഴയും നീരൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കർണാടക അങ്കോളയിൽ നിന്നും KJ ശ്രീജിത്ത്.